morning. In this video, I would like to share some of the ideas related to some of the contributions of JBC and JS Mill. നമുക്കറിയാം JBC എന്ന് പറയുന്നത് ജോൺ സ്റ്റുവർട്ട് മിൽ. അദ്ദേഹം ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ക്ലാസിക്കൽ എക്കണോമിസ്റ്റാണ്. ഒരു ഫ്രഞ്ച് ക്ലാസിക്കൽ എക്കണോമിസ്റ്റാണ് JBC. അതോടൊപ്പം തന്നെ he had a very liberal views on economics, and also there should be competition, free trade, and there should not be any restraints on business, etc. അപ്പോൾ അങ്ങനെ വളരെ ലിബറലായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് എക്കണോമിക് ആറ്റിറ്റ്യൂഡ് തിയറീസ് അദ്ദേഹം മോഡൽസാണ് അദ്ദേഹം ഡെവലപ്പ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ളൊരു ബുക്കാണ് ട്രീറ്റീസ് ഓൺ പൊളിറ്റിക്കൽ എക്കോണമി, വിച്ച് വാസ് പബ്ലിഷ്ഡ് ഓൺ 1803. And almost all the main contributions to economics are seen in this book. And he was also a friend of Malthus and Ricardo. അവരുടെയൊക്കെ നല്ലൊരു സുഹൃത്തു കൂടിയായിരുന്നു JBC എന്ന് പറയുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റിൽ എക്കണോമിക് തിയറി എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി സം കൈൻഡ് ഓഫ് തിയറി. പൊളിറ്റിക്കൽ എക്കോണമി ഈസ് എ തിയററ്റിക്കൽ ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് സയൻസ്, അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ഓൾ ദ തിയറീസ് ഷുഡ് ബി യൂണിവേഴ്സലി ആപ്ലിക്കബിൾ ആൻഡ് ഇറ്റ് ഷുഡ് ബി പോസിറ്റീവ് സയൻസ്. പൊളിറ്റിക്കൽ എക്കോണമി എന്ന് പറയുന്നത് അദ്ദേഹം ഒരു പോസിറ്റീവ് സയൻസ് ആയിട്ടാണ് കരുതിയിരുന്നത്. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് കാര്യം അദ്ദേഹം പറയുന്നത്, ദ ഡ്യൂട്ടി ഓഫ് എൻ എക്കണോമിസ്റ്റ് is to observe, to analyze and to describe and not to advise. ഒരു എക്കണോമിസ്റ്റിനെ സംബന്ധിച്ച് അയാളുടെ മെയിനായിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത് കാര്യങ്ങളെ ഒബ്സർവ് ചെയ്യുക, അനലൈസ് ചെയ്യുക, അതോടൊപ്പം തന്നെ കാര്യങ്ങൾ വിശകലനം ചെയ്യുക, അനലൈസ് ചെയ്ത് അത് ഡിസ്ക്രൈബ് ചെയ്യുക, അല്ലാതെ അഡ്വൈസ് ചെയ്യുക എന്നുള്ളതല്ല. ഓക്കെ. ഇനി അദ്ദേഹത്തിൻ്റെ മെയിനായിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സെയിൽസ് ലോ ഓഫ് മാർക്കറ്റ്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ക്ലാസ്സുകളിൽ സെക്കൻഡ് സെമ്മിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് സെയിൽസ് ലോ ഓഫ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ? ആക്ച്വലി ദിസ് ഈസ് ദ ബേസിസ് ഓഫ് ദ ഹോൾ ക്ലാസിക്കൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്. ആൻഡ് ദ തിയറി സ്റ്റേറ്റ്സ് ദാറ്റ് ദ സപ്ലൈ always creates its own demand. That means whenever an output is produced, it creates its own demand. And whenever an output is produced, the whole an equivalent amount of income is generated or supplied or injected into the economy in the form of rent, wage, interest, profit, etc. And that creates demand for that product. അപ്പോൾ അതുകൊണ്ട് എന്ത് സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാലും അവിടെ അതിന് ഡിമാൻഡ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് അവിടെ ഒരു ഓവർ പ്രൊഡക്ഷനോ അണ്ടർ പ്രൊഡക്ഷനോ അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല. അവിടെ അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്ന പ്രശ്നം വരുന്നില്ല. അപ്പോൾ എത്ര പ്രൊഡ്യൂസ് ചെയ്താലും അത് ഡിമാൻഡ് ചെയ്യപ്പെടും. therefore there is no problem called unemployment. ഓക്കെ. അപ്പോൾ അതേപോലെ തന്നെ അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് ഈ പറയുന്ന ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ത്രൂ ദ ഇൻകം ജനറേറ്റഡ് ഇൻ ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ. എവറി പ്രൊഡക്ഷൻ പ്രോസസ് ഇൻജെക്ട് സം ഇക്വലൻ്റ് എമൗണ്ട് ഓഫ് ഇൻകം ഇൻ ടു ദ എക്കോണമി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെൻ്റായിട്ടും വേജായിട്ടും ഇൻട്രസ്റ്റ് ആയിട്ടും പ്രോഫിറ്റായിട്ടും. അപ്പോൾ ആ ഇൻകം ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട കമ്മോഡിറ്റി ഫുള്ളായിട്ട് വാങ്ങുന്നു. അതിലുകൊണ്ട് എന്താണ്, ഇവിടെ ഓവർ പ്രൊഡക്ഷനും ഇല്ല, അണ്ടർ പ്രൊഡക്ഷനും ഇല്ല. അപ്പം even if any disturbance occurs or any imbalance or any disequilibrium occurs, there are certain automatic and invisible factors that brings equilibrium, like demand, free flow of movement of demand and supply, average price flexibility, etc. that bring equilibrium again to a stable equilibrium position at full employment level. And this is a famous sales law of market. Now, another classical economist which I want to share are the contributions of JS Mill, who lived between 1806 to 1873. And he was also a classical economist. He was generally known as a moderate classical economist because he stood for freedom and government intervention. ഇപ്പോൾ ക്ലാസിക്കൽസ് എപ്പോഴും എന്താണ്, ഒരു ഫ്രീഡമാണ്, ഒരു ലിബറലായിട്ടുള്ളൊരു പോളിസിയാണ് അവർക്കുണ്ടായിരുന്നത്. പക്ഷേ ഒരു കെയ്നീഷ്യൻ കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ ഗവൺമെൻറ് ഇൻ്റർവെൻഷനൊക്കെ വേണം എന്നുള്ളൊരു കാഴ്ചപ്പാടാണ്. പക്ഷേ ഇദ്ദേഹത്തിന് രണ്ട് കാഴ്ചപ്പാടുമുണ്ട്. ദർ ഷുഡ് ബി ഫ്രീഡം ആൻഡ് ഗവൺമെൻറ് ഷുഡ് ഓൾസോ ഇൻ്റർവീൻ
ഇൻ ടു ദ എക്കണോമിക് ആക്ടിവിറ്റീസ്. അപ്പോൾ അങ്ങനെ ഒരു കാഴ്ചപ്പാടുള്ളതുകൊണ്ട് ഇദ്ദേഹത്തെ ഒരു മോഡറേറ്റ് ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. He was also a philosopher, British philosopher, economist, moral and political theorist, social reformer, administrator, and a champion of liberty of 19th century. He was also a proponent of utilitarianism, the theory which explains that the ultimate aim of human economic activity is to maximize human happiness. ഹാപ്പിനെസ് മാക്സിമൈസ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള കുറേ കൺസെപ്റ്റുകളൊക്കെ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അദ്ദേഹത്തിൻ്റെ മെയിനായിട്ടുള്ള കുറച്ച് ബുക്സാണ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് പൊളിറ്റിക്കൽ എക്കോണമി, the principles of political economy, essays on unsettled questions in political economy, representative government, utilitarianism. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് ബുക്സാണ് അതിൽ വരുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ മെയിനായിട്ടുള്ള ഒരു ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഒന്നാമത് അദ്ദേഹം പറയുന്നതാണ് ഹി വാസ് എ സ്ട്രോങ് ബിലീവർ ഇൻ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് തോട്ട്. അപ്പം ഒരു ലിബറൽ പോളിസി അദ്ദേഹത്തിനുണ്ടായിരുന്നു. എല്ലാം ദർ ഷുഡ് ബി സം കൈൻഡ് ഓഫ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് തോട്ട്. അത് അദ്ദേഹം സപ്പോർട്ട് ചെയ്തിരുന്നു. ദെൻ ഹി ഫേവേർഡ് ദ ക്ലാസിക്കൽ ഐഡിയ ഓഫ് സെൽഫ് ഇൻട്രസ്റ്റ്, ലിബർട്ടി ആൻഡ് ലിബറലിസം. ദ ക്ലാസിക്കൽ ഐഡിയ ഓഫ് സെൽഫ് ഇൻട്രസ്റ്റ് നമ്മൾ ഈ സ്മിത്തിൻ്റെ കേസിൽ നമ്മൾ കണ്ടായിരുന്നു. എന്താണ്? ത്രൂ മീറ്റിംഗ് ദ സെൽഫ് ഇൻട്രസ്റ്റ് they are maximizing the social welfare. Indirectly they are maximizing the social welfare. എല്ലാവരും അവരുടെ വെൽഫെയർ മാക്സിമൈസ് ചെയ്യാൻ നോക്കുമ്പോൾ ഇൻഡയറക്റ്റ്ലി സൊസൈറ്റീസ് വെൽഫെയർ ഈസ് ഓൾസോ മാക്സിമൈസ്ഡ്. ആൻഡ് ഓൾസോ ഹി ഫേവേർഡ് ദ ലിബർട്ടി ഓർ ദ ലിബറലിസം. ദെൻ അനദർ വൺ ഈസ് ഫ്രീ കോമ്പറ്റീഷൻ ഓർ ഫ്രീഡം ഓഫ് ആക്ഷൻ. ഒരു ഫ്രീ ആൻഡ് ഫെയർ കോമ്പറ്റീഷൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അതേപോലെ freedom of action, that was also another argument. Then he advocated peasant proprietorship. എന്ന് വെച്ചാൽ എന്താണ് പെസൻറ്റ് പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറയുമ്പം? പെസൻസ് എന്ന് പറയുമ്പോൾ ഫാമേഴ്സിൻ്റെ അവരെ സംരംഭകരായിട്ട് കൊണ്ടുവരിക, അവരുടെ ഓണർഷിപ്പിലേക്ക് അവർക്ക് പ്രൊപ്പറേറ്റർഷിപ്പ് കൊടുക്കുക, അവരുടെ ഓണർഷിപ്പിൽ ഓരോ യൂണിറ്റുകൾ തുടങ്ങുക. അതിനൊക്കെ അദ്ദേഹം പ്രാധാന്യം കൊടുത്തിരുന്നു. Then next argument is the equality of tax means equality of sacrifice. അദ്ദേഹം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് ടാക്സ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ദി സാക്രിഫൈസ്. അപ്പോൾ അതിൽ ഇക്വാളിറ്റി ഇൻ ടാക്സ് എന്നുള്ള കൺസെപ്റ്റൊക്കെ ഒരുപക്ഷെ നിങ്ങൾ പബ്ലിക് ഫിനാൻസിൽ പഠിച്ചിട്ടുണ്ട്, ഇക്വിറ്റി ഇൻ ടാക്സേഷനൊക്കെ. അപ്പോൾ ടാക്സ് വെനെവർ എ ടാക്സ് ഇസ് പെയ്ഡ് ദർ ഈസ് സം സോർട്ട് ഓഫ് ബേർഡൻ, ഒരു അഡീഷണൽ ബേർഡൻ അതിൻ്റെ അകത്തുണ്ട്, ഒരു സാക്രിഫൈസ് ഉണ്ട്. അപ്പോൾ ആ സാക്രിഫൈസ് ഇക്വാളിറ്റി ഓഫ് സാക്രിഫൈസ് എന്താണ്? ടാക്സ് ഷുഡ് ബി ഇമ്പോസ്ഡ് ഇൻ സച്ച് എ മാനർ ദാറ്റ് ദ സാക്രിഫൈസ് ഷുഡ് ബി ഈക്വൽ ഫോർ എവറി വൺ. എല്ലാവർക്കും ആ സാക്രിഫൈസ് സെയിം ആയിരിക്കണം. അങ്ങനെ ഒരു കാഴ്ചപ്പാടൊക്കെയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ദെൻ ലേബർ ആൻഡ് നാച്ചുറൽ ഒബ്ജക്ട്സ് ആർ ബീയിങ് ഏജൻറ്റ്സ് ഓഫ് പ്രൊഡക്ഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ലേബറും അതേപോലെയുള്ള മറ്റ് നാച്ചുറൽ റിസോഴ്സസൊക്കെയാണ് മെയിനായിട്ടും ഒരു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. മെയിനായിട്ടും പ്രൊഡക്ഷനായിട്ട് യൂസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. Then he favored a large scale production. ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെന്താണ്, അതിൻ്റെ ഒരുപാട് എക്കണോമിക് അഡ്വാൻറ്റേജസ് ഉണ്ട്. കാരണം ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ വരുമ്പോഴേക്കും അവിടെ കോസ്റ്റ് ഡിക്രീസ് ചെയ്യും, ഒരു എക്കോണമീസ് ഓഫ് സ്കെയിൽ ഉണ്ടാവും, കോസ്റ്റ് ഡിക്രീസ് ചെയ്യും. അതൊരു കമ്പനിയെ സംബന്ധിച്ച് ഒരുപാട് ബെനിഫിഷ്യലാണ്. ഡിവിഷൻ ഓഫ് ലേബർ വരും, സ്പെഷ്യലൈസേഷൻ വരും, അങ്ങനെയുള്ള കുറേ അഡ്വാൻറ്റേജസ് അതിലൂടെ കിട്ടും. അപ്പോൾ അദ്ദേഹം എപ്പോഴും ഒരു ലാർജ് സ്കെയിൽ പ്രൊഡക്ഷനാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ദെൻ മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നത്, വേജ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ലേബർ ആൻഡ് ഇൻട്രസ്റ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ലോൺ. അപ്പോൾ വേജ് തീരുമാനിക്കുന്ന ലേബറിൻ്റെ ഡിമാൻഡ് സപ്ലൈ. പക്ഷേ ലേബറിൻ്റെ ഡിമാൻഡ് കൂടിക്കഴിഞ്ഞാൽ വേജ് റേറ്റ് കൂടും, ലേബറിൻ്റെ സപ്ലൈ ആണ് കൂടുന്നതെങ്കിലോ വേജ് റേറ്റ് കുറയും. നേരെ തിരിച്ച് ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ഡിമാൻഡ് ഫോർ ആൻഡ് സപ്ലൈ ഓഫ് ലോൺസ്. ആൾക്കാർ കൂടുതലായിട്ട് ലോൺ എടുക്കാൻ വരുവാണ്, ലോണിൻ്റെ ഡിമാൻഡ് കൂടുതലാണെങ്കിൽ എന്തായിരിക്കും, ഇൻട്രസ്റ്റ് റേറ്റ് കൂടും,
ഇവിടെ ഡിമാൻഡ് കുറയുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറയും, അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ്. ദെൻ വാല്യൂ ഓഫ് എ കമ്മോഡിറ്റി ഈസ് ഡിറ്റർമിൻഡ് ബൈ സോ കോൾഡ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. Then he also supported a free trade, and he adopted a deductive and inductive method in its theories. ഈ രണ്ട് മെത്തേഡ്സും അദ്ദേഹം അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, so these are the various ideas related to ideas of economic ideas or J.S. Mill, and his one of the important contribution to economic theory is the reciprocal demand theory. Actually, this reciprocal demand theory determines the terms of trade. എന്താ ഈ ടേംസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത്? ടേംസ് ഓഫ് ട്രേഡ് ഇംപ്രൂവ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ടേംസ് ഓഫ് ട്രേഡ് ഇംപ്രൂവ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ പ്രൈസ് ഓഫ് എക്സ്പോർട്ട് ഡിവൈഡ് ബൈ പ്രൈസ് ഓഫ് ഇമ്പോർട്ട്. നോർമലി നെറ്റ് ബട്ട് ടേംസ് ഓഫ് അങ്ങനെയുള്ള ടേംസ് ഓഫ് ട്രേഡ് കൺസെപ്റ്റുകളൊക്കെ വെച്ചാൽ പഠിച്ചോ ഇല്ലയോ എന്നറിയില്ല. എന്തായാലും നിങ്ങളുടെ സിലബസിൽ ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ടേംസ് ഓഫ് ട്രേഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു രാജ്യങ്ങൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻ, ട്രേഡിനെയാണ് കാണിക്കുന്നത്. അപ്പം പ്രൈസ് ഓഫ് എക്സ്പോർട്ട് ആൻഡ് പ്രൈസ് ഓഫ് ഇമ്പോർട്ട്, അതാണ് അതിൻ്റെ അകത്ത് അതിൻ്റെ ഒരു റേഷ്യോ ആണ് ടേംസ് ഓഫ് ട്രേഡിൽ നമ്മൾ പറയുന്നത്. ഇപ്പോൾ രാജ്യത്തിൻ്റെ എക്സ്പോർട്ട് കൂടുതൽ അല്ലേ, പ്രൈസ് ഓഫ് എക്സ്പോർട്ട് ഇൻക്രീസ് ചെയ്യുക, അതിൻ്റെ നോർമലി അതിൻ്റെ എന്താണ് ടേംസ് ഓഫ് ട്രേഡ് ആ രാജ്യത്തിന് ഫേവറബിൾ ആയിരിക്കും. ഇപ്പോൾ നമ്മളിവിടെ നിന്ന് കുറേ പ്രോഡക്റ്റ് US അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു. നമ്മളിവിടെ നിന്ന് കുറേ കോട്ടൺ ടെക്സ്റ്റൈൽ അല്ലെങ്കിൽ കുറേ അങ്ങനെയുള്ള പ്രോഡക്റ്റ് ഗൾഫിലേക്ക് കയറ്റി അയക്കുന്നു. അപ്പോൾ ആ പ്രോഡക്റ്റിന് അവിടെ വില കുറവാണ്. നമ്മളവിടെ തിരിച്ച് എന്താണ് ക്രൂഡ് ഓയിൽ നമ്മൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നു, അതിന് ഭയങ്കര വിലയാണ്. അപ്പോൾ ടേംസ് ഓഫ് ട്രേഡ് ആർക്കാണ് ഫേവറബിളായിട്ട് വരിക? ട്രേഡ് അപ്പോൾ ഈ പറയുന്ന ഗൾഫ് കൺട്രീസിന് ഫേവറബിൾ ആയിരിക്കും. ബിക്കോസ് ദെയർ കമ്മോഡിറ്റീസ് ഹാവിങ് ഹൈ പ്രൈസ്, ആ കമ്മോഡിറ്റീസ് ഹാവിങ് ലോ പ്രൈസ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ടേംസ് ഓഫ് ട്രേഡ് തീരുമാനിക്കുന്നത്. അപ്പോൾ മറ്റൊരു രീതിയിൽ പറയും, നമ്മളൊരു 10 യൂണിറ്റ് കൊടുത്തുകൊണ്ട് ഗൾഫിലേക്ക് എന്തെങ്കിലും പ്രോഡക്റ്റ് 10 യൂണിറ്റ് കയറ്റുമതി ചെയ്ത് നമ്മളൊരു 15 യൂണിറ്റ് തിരിച്ച് കിട്ടുവാണെങ്കിൽ എന്തായിരിക്കും? Normally terms of trade will be favorable to us because the price of our export is much higher than the price of the commodity which we import. അപ്പം the reciprocal demand theory explains the terms of trade. It is used to determine terms of trade. എന്താണ് ഈ reciprocal demand theory? It is nothing. A country's demand for other country's products. Reciprocal demand is a country's demand for other country's products. If our demand for Gulf crude oil or West Asian crude oil from West Asia or other countries is high, means the terms of trade will be unfavorable to us. On the other hand, if our US demand for our cotton textiles are much higher, means the terms of trade will be favorable to us. അപ്പം ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യത്തിൻ്റെ പ്രോഡക്റ്റിലുള്ള ഡിമാൻഡാണ് നമ്മുടെ ടേംസ് ഓഫ് ട്രേഡ് തീരുമാനിക്കുന്നത്. അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് അദ്ദേഹം ഈ റെസിപ്രോക്കൽ ഡിമാൻഡ് തിയറിയിൽ അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളിത് പഠിച്ചിട്ടുണ്ടാവാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കോൺട്രിബ്യൂഷൻസാണ് J.S. മില്ല് നടത്തിയിട്ടുള്ളത്. ഓക്കെ, സോ ദിസ് ഇസ് സംതിങ് അബൌട്ട് JBC ആൻഡ് J.S. മിൽ.